ഗുട്ടൻ ടാഗ്. ഇന്നൊരു വ്യാഴാഴ്ച ജർമ്മനിയുടെ പ്രാന്തമായ പ്രദേശങ്ങളിൽ പ്രാന്തിയെ പോലെ അലിയുന്ന എന്നെ കാണണോ എന്നാ ഈ വീഡിയോ അവസാനം വരെ കണ്ടോ. കാലത്ത് തന്നെ വെട്ടിനുറുക്കി കയ്യിൽ കിട്ടിയ പൊടിയൊക്കെ വാരി വിതറി ഏതോ ഒരു ചമ്മന്തി അരച്ച് മാവിനെ വട്ടത്തിൽ കറക്കി ഇഡലി ഉണ്ടാക്കി സായിപ്പിന്റെ എടുത്താ പൊന്താത്ത കോട്ടുമിട്ട് വെച്ച് നടന്നു പോകേണ്ടത് മരിയം ബ്ലാക്സിലേക്ക്. എന്താണെന്നല്ലേ, ഇന്ന് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ കാലൊടിഞ്ഞ കാഷ്വാലിറ്റി കയറി കാലും പൊതിഞ്ഞ് കേവലം ചുരുങ്ങിയ സമയത്തിന് വീട്ടിൽ കയറിയിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം മനസ്സിലാവില്ല. മുടിവെട്ടാൻ മുതൽ മുട്ടുപൊട്ടിയാൽ വരെ അപ്പോയിന്റ്മെന്റ് മസ്റ്റ്. ഇവിടെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ വലിയ പാടാണെന്നേ. കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ അസുഖം മാറിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട്. ഈ സമയത്ത് എറണാകുളം റിനി ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ മഞ്ജു ഡോക്ടറെ ഓർത്തുപോകുക. പാതിരാത്രിക്കാണെങ്കിലും പരാതി പറഞ്ഞു വിളിച്ചാൽ മരുന്ന് പറഞ്ഞു തന്ന മഞ്ജു ഡോക്ടറെ താങ്കളുടെ ഡെഡിക്കേഷനും പേഴ്സണൽ ടൈം പോലും രോഗികൾക്ക് മാറ്റിവെക്കുന്നത് ഓർത്ത് ഈ അവസരത്തിൽ താങ്കളോട് നന്ദി പറയുക. നാട്ടിലെ മെഡിക്കൽ സിസ്റ്റത്തിന്റെ സ്മരണയിൽ നിന്ന് തിരിച്ചു വരാം. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ മരിയം ബ്ലാക്സിലെ പ്രാന്തമായ വഴിയിൽ വലതുകാലം വെച്ച് വലിഞ്ഞു കയറി ചെല്ലുന്നത് എന്റെ പൾമനോളജിസ്റ്റിന്റെ അടുത്തേക്കാ. ഒന്നുമില്ല മക്കളെ, ആഫ്റ്റർ കോവിഡ് ഞാൻ ഒരു ആസ്മ രോഗിയായി. മന്ത്ലി ചെക്കപ്പാണ് ഈ പോകുന്നത്. വാതിൽ കുറെ ബെല്ലടിച്ച് നോക്കി തുറക്കുമെന്ന് ചോദിച്ചു. ആര് തുറക്കാൻ? പിന്നെയാണ് വാതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഈ അടുത്തൊന്നും വരണ്ട, 23-ാം തീയതി കഴിഞ്ഞു വരാൻ. മന്ത്ലി ചെക്കപ്പ് മിസ്സായത് കൊണ്ട് ഇവര് തന്നെ എനിക്ക് ലെറ്റർ അയച്ചിട്ട് പറഞ്ഞത് ഈ ജൂൺ അവസാനമാകുമ്പോഴേക്കും നിങ്ങളിവിടെ വന്ന് കാണും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്താക്കും എന്നൊക്കെ. എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അവധിക്ക് പോയ ഡോക്ടറോടും നഴ്സുമാരോടും എനിക്ക് സങ്കടമൊന്നുമില്ല, ചെറുതായിട്ടൊരു വിഷമം. പിന്നെ ഒന്നും നോക്കിയില്ല. ഈ അന്തർവാഹിനിക്കുള്ളിലൂടെ നടന്നു പോകുന്ന എങ്ങോട്ടാണെന്നല്ലേ, വീട്ടിലേക്ക്. യൂബാൻ സ്റ്റേഷനെത്തി. അവിടെ നിന്ന് വണ്ടി കയറി പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഞാൻ നേരെ വീട്ടിലേക്ക്. അപ്പൊ ചൂസ്.